ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ 9 കോടി കർഷകരുമായി ഓൺലൈനായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിസാൻ സമ്മാൻ നിധി ഗഡുവായ 18,000 കോടി രൂപ വിതരണം ചെയ്തു. കോവിഡ് മഹാമാരി കാലത്തും അതിജീവന പ്രതീക്ഷയേകി ക്രിസ്മസ്. തിരുപ്പിറവിയുടെ സ്നേഹസന്ദേശം നൽകി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കും മുൻപ് വോട്ടർക്ക് നോട്ടീസ് നൽകി ഒപ്പുവാങ്ങണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോഴിക്കോട് കോർപ്പറേഷനിലെ ഷിഗല്ല രോഗബാധയുടെ ഉറവിടം സംബന്ധിച്ച റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറി. ശബരിമലയിൽ നാളെ മണ്ഡലപൂജ. തങ്കയങ്കി ഘോഷയാത്ര പമ്പയിൽ എത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുടർ ഗഡുവായ 18,000 കോടി രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു ചടങ്ങ്. രാജ്യത്തെ 9 കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. 6 സംസ്ഥാനങ്ങളിലെ കർഷകരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ അനുഭവങ്ങൾ കർഷകർ അദ്ദേഹവുമായി പങ്കുവച്ചു. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രത്യേക സഭാ സമ്മേളനം ചേരുന്നതിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രിമാരായ AK ബാലൻ, VS സുനിൽകുമാർ എന്നിവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അനുകൂലമായ സമീപനമാണെന്നും ഗവർണറുടെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രിമാർ രാജ്ഭവന് മുന്നിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുപ്പിറവിയുടെ സ്നേഹസന്ദേശവുമായി ക്രിസ്മസ്. യാത്രാവിലക്കുകളും നിയന്ത്രണങ്ങളും മൂലം പലരും ഉറ്റവരിൽ നിന്നും അകലെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ നടന്ന ചടങ്ങിൽ പതിവിന് വിപരീതമായി 100-ൽ താഴെ വിശ്വാസികൾ മാത്രമാണ് പങ്കെടുത്തത്. പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ക്രിസ്മസ് സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. കേരളത്തിലും കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് ക്രിസ്മസ് ചടങ്ങുകൾ നടക്കുന്നത്. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബെസിലിക്കയിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലത്തീൻ കത്തോലിക്ക സഭ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു കൊച്ചി സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ. യാക്കോബായ സുറിയാനി വലിയ പള്ളിയിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് യാക്കോബായ സഭ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് നേതൃത്വം വഹിച്ചു. പരുമല പള്ളിയിൽ നടന്ന ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ പൌലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എറണാകുളം ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. ഇടപ്പള്ളി മുതൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ സൈക്കിൾ ചവിട്ടിയാണ് ഒരു സംഘം വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചത്. തിരുവനന്തപുരം പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് സൂസപാക്യം പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടത്തെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ ക്രിസ്മസ് പ്രാർത്ഥനകൾക്ക് മലങ്കര ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ക്ലിമിസ് കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികനായുള്ള ക്രിസ്മസ് തിരുപ്പിറവി ദിവ്യബലി കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു. കോവിഡ് മഹാമാരി പശ്ചാത്തലത്തിലും ക്രിസ്മസ് മാനവരാശിക്ക് അതിജീവനത്തിന്റെ ശുഭപ്രതീക്ഷകളാണ് നൽകുന്നത്. ജീവിതമാണ് ഏറ്റവും വലിയ സുവിശേഷമെന്ന് ക്രിസ്ത്യൻ തത്വചിന്തകനും എഴുത്തുകാരനും വാഗ്മിയുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. വാനിൽ ഒരു നക്ഷത്രം തെളിഞ്ഞതിന്റെ ഓർമ്മയുമായി മറ്റൊരു ക്രിസ്മസ് കൂടി എത്തിയിരിക്കുന്നു. അത്ര ശുഭകരമല്ലാത്ത വർത്തമാനങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ലോകം കടന്നുപോകുന്ന ദിനങ്ങൾ കൂടിയാണിതെന്ന് ഓർക്കുമ്പോൾ ഈ താരം എന്തൊക്കെയോ ചില ശുഭചിന്തകൾ നമുക്ക് കൈമാറുന്നുണ്ട്. ഓരോ കുഞ്ഞിന്റെ പിറവിയും ദൈവം ലോകത്തോട് ഡെസ്പറേറ്റ് ആയിട്ടില്ല എന്ന് ഉള്ള വിളംബരമാണെന്ന് പറഞ്ഞത് ടാഗോറാണ്. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. വി ആർ ഹിയർ. നമ്മൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ വലിയ സുവിശേഷമില്ല. ബൈസിക്കിൾ തീസിന്റെ അച്ഛൻ പറയുന്നത് പോലെ എല്ലാത്തിനും പരിഹാരമുണ്ട്, മരണത്തിനൊഴികെ. ജീവിക്കുന്നു, ജീവിതത്തിനുള്ള വഴികൾ തെളിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശുഭകരമായ വിചാരം. ക്രിസ്മസ് മുന്നോട്ട് പോകാനായി ഒരു താരമായി ഉള്ളിലും മാനത്തമുണ്ടാവട്ടെ. ഹാപ്പി ക്രിസ്മസ്. കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ. ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ വീടുകളിൽ മാത്രമായി ചുരുങ്ങി. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം പങ്കുവച്ച് കോവിഡ് കാല നിയന്ത്രണങ്ങളോടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുകയാണ്. 25 നോമ്പിന്റെ സമാപനം കുറിച്ച് ഇക്കഴിഞ്ഞ രാത്രി പള്ളികളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവി ചടങ്ങുകളും നടന്നു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വ്യാപാരശാലകളും സ്ഥാപനങ്ങളും വീടുകളുമെല്ലാം നക്ഷത്രങ്ങൾ കൊണ്ടും അലങ്കാര ദീപങ്ങൾ കൊണ്ടും ആകർഷകമാക്കിയിട്ടുണ്ട്. പള്ളികളിലെ പാതിരാ കുർബാനയും ചടങ്ങുകളും കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ വിശ്വാസികളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരുന്നു. ഇത്തവണ ക്രിസ്മസ് കരോൾ സർവീസ് ഉണ്ടാവില്ല. ക്രിസ്മസിന്റെ ഭാഗമായി മുൻവർഷങ്ങൾ നടത്തിയിരുന്ന
നടത്തിയിരുന്ന കരോൾ ഗാനം, പാപ്പാ മത്സരം തുടങ്ങിയവയും ഇത്തവണയില്ല. ഇത്തവണ ആഘോഷങ്ങൾ വീടുകളിൽ മാത്രമായി ചുരുങ്ങി. ഡിസംബർ മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി. പകുതിയിലധികം പേർക്ക് ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകും. ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലെത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കോഴിക്കോട് കോർപ്പറേഷനിൽ റിപ്പോർട്ട് ചെയ്ത ഷിഗല്ല രോഗബാധയുടെ ഉറവിടം സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് സമർപ്പിച്ചു. ജലത്തിലൂടെ രോഗം പകർന്നതെന്നാണ് റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നതെന്ന് ജില്ലാ അധികൃതർ പറഞ്ഞു. അതേസമയം ഫറോക്ക് നഗരസഭാ പരിധിയിൽ 1 വയസ്സുള്ള കുട്ടിക്ക് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. കിണറുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചു. പുതുതായി ആർക്കും രോഗലക്ഷണങ്ങളില്ലെന്നും രോഗം നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും മുമ്പ് വോട്ടർക്ക് നോട്ടീസ് നൽകി ഒപ്പുവാങ്ങണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും മുമ്പ് ബൂത്ത് ലെവൽ ഓഫീസർ വോട്ടർക്ക് നേരിട്ട് നോട്ടീസ് നൽകി ഒപ്പുവാങ്ങണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക നിരീക്ഷകൻ കെ ഗോപാലകൃഷ്ണ ഭട്ട് കാസർഗോഡ് അറിയിച്ചു. നോട്ടീസ് നൽകി വോട്ടറെ ഹിയറിംഗ് നടത്തണം. മരിച്ച വോട്ടറെ പട്ടികയിൽ നിന്ന് നീക്കുന്ന കാര്യത്തിൽ മാത്രമേ ഈ മാനദണ്ഡത്തിൽ ഇളവുള്ളൂ. 18 വയസ്സ് തികഞ്ഞവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള അവസാന തീയതി ഈ മാസം 31. പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക പ്രകാരം 18 വയസ്സ് തികഞ്ഞ 30,000-ലേറെ പേരെ ചേർക്കാനുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടികയിൽ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികൾ, സെലിബ്രിറ്റികൾ എന്നിവർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ഡലപൂജയ്ക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങി. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര പമ്പയിലെത്തി. പമ്പയിൽ നിന്ന് 3 മണിയോടെ ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിക്കും. വൈകിട്ട് ശരംകുത്തിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആചാരപൂർവ്വം സ്വീകരണം ഒരുക്കും. നാളെ രാവിലെ 11:40 ഉച്ചയ്ക്ക് 12:20 ഇടയിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. 88ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ജനുവരി 1 വരെ 8 ദിവസങ്ങളിലായി നടക്കുന്ന ഈ വർഷത്തെ തീർത്ഥാടന മഹോത്സവം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വെർച്വലായാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർത്ഥാടന പദയാത്രയും ഘോഷയാത്രയും ഒഴിവാക്കി. ദേശീയ രാഷ്ട്രീയത്തിൽ മുന്നണി രാഷ്ട്രീയത്തെ ഫലപ്രദവും വിജയകരവുമായി പ്രയോജനപ്പെടുത്താം എന്ന വലിയ സംരംഭത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ നേതാവാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ പറഞ്ഞു. വാജ്പേയിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ദേശീയ സദ്ഭരണ ദിന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട്ടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഔഫ് അബ്ദുറഹ്മാന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ഇർഷാദ് പോലീസ് കസ്റ്റഡിയിൽ. മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയാണ് ഇർഷാദ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി പാറപ്രം സമ്മേളനത്തിന്റെ 81ാം വാർഷികാഘോഷം ഇന്ന് നടക്കും. പിണറായി കൺവെൻഷൻ സെന്ററിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. BMSന്റെ 19ാം സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കും. ദേശീയ അധ്യക്ഷൻ ഹിരൺമയി പാണ്ഡെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിലെ കൂട്ടുപുഴ പാലം നിർമ്മാണത്തിന് കർണാടക വനം വകുപ്പ് അന്തിമ അനുമതി നൽകി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു. ഇതോടെ പാലം നിർമ്മാണത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി. ഇന്ത്യ ഓസ്ട്രേലിയ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ മെൽബണിൽ തുടക്കം. ഇന്ത്യയുടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അവധിയിലായതിനാൽ അജിങ്ക്യ രഹാനെയാണ് ഇന്ത്യയെ നയിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ 9 കോടി കർഷകരുമായി ഓൺലൈനായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിസാൻ സമ്മാൻ നിധി ഗഡുവായ 18,000 കോടി രൂപ വിതരണം ചെയ്തു. കോവിഡ് മഹാമാരി കാലത്തും അതിജീവന പ്രതീക്ഷയേകി ക്രിസ്മസ്. തിരുപ്പിറവിയുടെ സ്നേഹസന്ദേശം നൽകി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കും മുൻപ് വോട്ടർക്ക് നോട്ടീസ് നൽകി ഒപ്പുവാങ്ങണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോഴിക്കോട് കോർപ്പറേഷനിലെ ഷിഗല്ല രോഗബാധയുടെ ഉറവിടം സംബന്ധിച്ച റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറി. ശബരിമലയിൽ നാളെ മണ്ഡലപൂജ. തങ്കയങ്കി ഘോഷയാത്ര പമ്പയിൽ എത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.